types of people you should never forget in your life. Those who helped you in difficult times. Those who left you in difficult times. And those who put you in difficult times. There are നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് വിഷയം എന്ന് പറയേണ്ടത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും സമയത്തെ എങ്ങനെ വാല്യൂ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ എത്രമാത്രം ഒരാൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്ത 3 തരം വ്യക്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മളെ സഹായിച്ച ആൾക്കാരെ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മളെ ഉപേക്ഷിച്ച ആൾക്കാരെ നമ്മളൊരിക്കലും മറക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിലേക്ക് വലിച്ചിട്ടവരെ ഒരിക്കലും നമ്മൾ മറക്കരുത്, ഓർപ്പൊറുക്കരുത് എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചാണ്. മറ്റുള്ളവരുടെ കയ്യിലാണോ നമ്മുടെ ജീവിതം? നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് എന്തും കാണിക്കാം, നമുക്കും എന്തൊക്കെയോ ചെയ്യാലോ. ബുദ്ധി വെച്ച്, സമയം വെച്ച്, ആലോചനയിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. കാരണം മറ്റുള്ളവരെ മാത്രം നമ്മൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ കയ്യിൽ തന്നെയാണ്, അവരുടെ കയ്യിലെ കളിപ്പാവയായി നമ്മൾ മാറുന്നു. അതല്ലേ സത്യം. അപ്പോൾ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഇങ്ങനെ പല ആൾക്കാരെയും നമ്മൾ കാണും. അതാണല്ലോ ഏകാന്ത പതിക്കനായുള്ള ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല ആൾക്കാരും പല രീതിയിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കാരണവരൊക്കെ പറയും, എൻ്റെ ഫാദർ പണ്ട് പറയും, നാനാ കപടധാരി എന്നാണല്ലോ പ്രമാണം. പലതരം കപടമായ വേഷം ധരിച്ച് മുന്നേറുന്ന ജീവിതത്തിനിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അവരുടെ ഇടയിൽ അവർക്കും നമ്മളൊരു കപടമായ വേഷം ധരിച്ചവരാണെന്ന് തോന്നിയേക്കാം. എല്ലാം ഒരു മായയാണ്. ലെറ്റ് ദ റെയിൻ കംസ് അല്ലേ. ജീവിതം മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇന്നത്തെ ജീവിതം ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് രീതിയിലാണോ ആസ്വദിച്ചേ പറ്റൂ. കാരണം അത് നമ്മുടെ ആവശ്യമാണ്. എൻജോയ് ദ ലൈഫ്. വീണ്ടും കാണാം. Thank you from Unni Shivpal. Bye.